റംദാൻ സീരീസിലെ നെക്സ്റ്റ് ഐറ്റം ഓറഞ്ച് പോസറ്റ്. പേരൊന്നും കേട്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ ലണ്ടനിൽ നിന്ന് വന്ന ഐറ്റം ഒന്നും അല്ല. ഇത് നമ്മുടെ സാധാ നമ്മളെ നാട്ടിൻ പുറത്തുകാരിയാണ്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ലുക്കിൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറയില്ലേ. നമ്മൾ ഐസ്ക്രീമിൻ്റെയും പുഡിങ്ങിൻ്റെയും ഒക്കെ വേറൊരു എന്താ പറയുക, ഇളയമ്മ കുഞ്ഞാമ്മ എന്നൊക്കെ പറയില്ലേ, ആ ഒരാളാണ് കേട്ടോ. സംഭവം കിടിലനാണ്. ഇത് നോമ്പിന് മാത്രമല്ല, നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റം കൂടിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിലെ ആ ഒരു ഓറഞ്ച് ഫ്ലേവർ ഉണ്ടല്ലോ, അതാണ് മക്കളെ പൊളി, ഒരു രക്ഷയില്ല. അപ്പം ഇതിന് വേണ്ടത് നമുക്ക് മെയിനായിട്ട് ഓറഞ്ചാണ്. ഓറഞ്ച് ഒരെണ്ണം എടുത്ത് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് കളയണ്ട കേട്ടോ, അവിടെ വെക്കണേ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ സംഭവം ഇതേപോലെ ഒന്ന് എങ്ങനെങ്കിലുമൊക്കെ എടുത്ത് അത് പുറത്തേക്ക് ചാടിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ആ ഓറഞ്ചിൻ്റെ തൊലി ഒന്നും പൊട്ടിപ്പോകരുതെന്ന് മാത്രം. ഇതാണ് സംഭവം. കണ്ടത് ഇതേപോലെ ഇരിക്കണം. എന്നിട്ട് ഇതിൻ്റെ നീര് അങ്ങോട്ട് ഇതേപോലെ സ്പ്ലാഷ് ചെയ്തിട്ടങ്ങോട്ട് എടുക്കുക. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രഷ് ക്രീം എടുക്കാം. ഫ്രഷ് ക്രീം എടുത്തിട്ട് അത് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ എടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഈ ഒരു പാക്കറ്റിലെ ഫ്രഷ് ക്രീമിന് ഞാൻ എടുത്തിട്ടുള്ളത് ആ കുപ്പിയിൽ അര കുപ്പി എന്താണ് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് അങ്ങനെ പൊട്ടി പൊട്ടി വരൂലേ, ആ സമയത്ത് നമ്മളെ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കുറുകി വരും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒന്ന് ആറാനായിട്ട് വെക്കാം കേട്ടോ. ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓറഞ്ചിൻ്റെ ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ മെയിൻ ഹെഡ്ലൈറ്റ്. അപ്പോൾ ഇതാണ് സംഭവം. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ലേ. അപ്പോൾ ഇപ്രാവശ്യത്തെ നോമ്പിന് ഇത് തന്നെ ഫസ്റ്റ് ഉണ്ടാക്കിക്കോളൂ. അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. കാരണം അടുത്ത റെസിപ്പിക്ക് വേണ്ടി ഒരു കിടിലനായിട്ട് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, മുകളിൽ എന്തെങ്കിലും പച്ചലൊക്കെ വെച്ച് ഇങ്ങോട്ട് അലങ്കരിക്കാം കേട്ടോ. അപ്പം ഇതേപോലെ ഗ്ലാസ്സിലും നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാവേ. അപ്പം എങ്ങനെയുണ്ട്, പുളിയല്ലേ?